ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഇന്ന് മൂന്നാർ പോവാണ് ഗൈസ്. അപ്പോൾ നമ്മളെ കൂടെ ഇന്ന് റൌഫ്, നിഷാം ആൻഡ് റൌഫ്ക ആൻഡ് സെയ്ൻ. ഫകക്ക് ബാത്റൂമിൽ മുട്ടിയിട്ട് നമ്മൾ പമ്പിക്ക് ഇറങ്ങിക്കാണ്. നമ്മളിവിടെ എത്തി ലേസ് കൊണ്ടിരിക്കണം. കേസ് ലേസ് വന്നിട്ട് ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞാൽ അടിമാലെത്തും. ഞങ്ങൾ ആനക്കുത്ത് വെള്ളച്ചാട്ടം കാണാൻ വന്നിക്കാണ്. ഏതാണ് പേര്? ആനയാടിക്കുത്ത്. നമുക്ക് പേര് മാറിപ്പോയി. ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട് അയ്യോന്നൊക്കെ പറഞ്ഞിട്ട് ദുബായിന്ന് വന്നിട്ട് ഗൈസ് ഞങ്ങൾ വെള്ളച്ചാട്ടത്തേക്ക് എത്തിക്കുന്നു. ശരിക്കും മഴക്കാലത്താണ് വരുന്നത്. മഴക്കാലത്ത് മുമ്പാട് വൈബാവും. ഇതാണ് എൻ്റെ കൂട്ടത്തിലെ മുതുക്കൻ. മെയിൻ മൂപ്പുള്ള പണിപാടി മടിയാണ്, നടക്കൂല. എൻഗേജ്മെൻറ്റ് എനിക്ക് തന്ത. ഹലോ ഗൈസ്, ഇതാണ് പൊട്ടക്കട എന്ന് പറയുന്ന ഒരു കായാണ്. നമ്മൾ ഒരു കൗതുകം കൊണ്ട് പറിച്ചു നോക്കിയതാണ്. ഇപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല. ഇത് നമുക്ക് ഈ കടല പോലെ മണ്ണിട്ട് വറുത്ത് കഴിക്കാൻ ഉപയോഗിക്കും. കാരണം ഇതൊക്കെ പണ്ട് കാലത്ത് കുറേ ഉപയോഗിച്ചിരുന്നു. ഇപ്പം അങ്ങനെ ആരും ഉപയോഗിക്കാറില്ല. അപ്പോൾ ഞങ്ങൾ കണ്ടപ്പോൾ പൊട്ടിച്ച് നോക്കിയതാണ്. നമ്മളെ ചെങ്ങായിക്ക് എവിടെ കണ്ടാലും ഇറങ്ങി പറിക്കണം, പറയാനാണ്. എവിടെ പോയാലും വള്ളി പിടിച്ചിട്ട് അതാണ് അവൻ്റെ മെയിൻ പരിപാടി. കാരണം അവിടുന്ന് ഇവിടുന്നൊക്കെ അടി വാങ്ങിത്തരേ. ഒരു ആവശ്യമില്ലാണ്ടാണ് ഇറങ്ങിയിട്ട് പൊട്ടിക്കണത്. മറ്റേ ചോക്ലേറ്റ് കൊക്കോ പഴം. അങ്ങനെ 4 കൊക്കോപ്പഴം കിട്ടിക്കണം. അതിലൊന്ന് പച്ചാണ്, ബാക്കിയുള്ളൊക്കെ പഴുത്തതാണ്. നമ്മൾ നേരെ ചായ കുടിക്കേണ്ടി പോവാണ്. അപ്പം ഇനി അവിടെ പോയിട്ടൊക്കെ കാണാം. ഹലോ ഗൈസ്, കൊക്കോപ്പഴം കേൾക്കണം. എന്താണ് ഓടിക്കും മലാണ് ചുരത്തിമ ഇത് ഇറങ്ങി വന്നിക്കണ്. പോയിക്കോട്ടെ, ഡിസ്കവറടാ, റേഞ്ച് റോവർ തന്നെ ഡിസ്കവർ. ഇതൊന്നത് ഗൈസ് നിഷാമു കേൾക്കണം. എന്താണ് ഓടിക്കും മലാണ് ചുരത്തിമ ഇത് ഇറങ്ങി വന്നിക്കണ്. പോയിക്കോട്ടെ, ഡിസ്കവറടാ, റേഞ്ച് റോവർ തന്നെ ഡിസ്കവർ. ഇതൊന്നത് ഗൈസ് നിഷാമു മോശം ഓടിക്കല്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. 4 സെറ്റ് പൊറോട്ട, ഒരു ബീഫ് റോസ്റ്റും 4 മുട്ടക്കറിയും. ലാവിഷ്. കാരണം നമ്മൾ ചുരുക്കി. ഗൈസ് അങ്ങനെ മൂന്നാറെത്തി ഗൈസ്. ഞങ്ങൾ ഫസ്റ്റ് സൈറ്റ് അങ്ങനെ നമ്മൾ ഇപ്പോൾ എവിടെയാണുള്ളത്? ഇതെവിടെയാണ്? മാട്ടുപ്പെട്ടി ഡാമിൻ്റെ മേലാണ് നടക്കുന്നത് ഗൈസ്. നമ്മൾ വ്യൂ അങ്ങനെ ഞാനൊന്ന് സൂസ് വഹിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇതാണ് മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അടിയത്തെ വ്യൂ. എങ്ങനെയുണ്ട് ഗൈസ്? എനിക്ക് നല്ല ഇഷ്ടമായി ഈ വ്യൂ. ഇതാ നേരത്തെ പറഞ്ഞ ചെങ്ങായി ഒരു ആവശ്യമില്ലാണ്ട് പട്ടി ഷോ എന്ന് വെച്ചാൽ പട്ടി ഷോ. ഡ്രൈവർ പോലും മൈൻഡ് വെക്കുന്നില്ല അവൻ്റെ ഷോ കണ്ടിട്ട്. അങ്ങനെ ഞങ്ങൾ എക്കോ പോയിൻറ്റിൽ അവിടെ ടെൻ്റ് അടിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഒരു വിധത്തിൽ അതിനടുത്ത് മണ്ണൊക്കെയാണ് കൊട്ടി കളയുന്നത്. ആദ്യം ടെൻ്റ് അടിച്ചപ്പോൾ മണ്ണൊക്കെ കയറിപ്പോയി. അതാണ് മണ്ണ് കളയുന്നത് ഗൈസ്. നമ്മൾ ഉറങ്ങി എണീച്ചിട്ട് ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് മൂന്നാർ ഗ്യാപ്പ് റോഡ് വഴിയാണ്. ചെറിയൊരു സൺസെറ്റും കാണാം നമുക്ക്. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അടിയിലാണ്. അപ്പോൾ അവിടെ നേരെ ബോട്ടിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം കുറേ ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന വ്യൂ കാണിച്ചു തരാം. എന്താ നമ്മളെ നാട്ടിൽ നമ്മളെ കുഞ്ഞെന്ന് പറയും, നമ്മളെ റൌഫ് എന്നാണ് പേര്. ആരോ ആലോചിച്ചിരിക്കാൻ തോന്നുന്നത്, നമുക്കറിയില്ല. ചെക്കൻ നായ കടിക്കുന്നൊരു ഭാഗം ഉണ്ടായി. ഞാൻ അടുത്തത് കാണിച്ചു തരാം. നമ്മളെ ടെൻറ്റിക്ക് എടുക്കുമ്പോൾ നേരത്തെ കടിച്ച നായാണ് എടുക്കുന്നത്. അങ്ങനെ അത് വയ്യാണ്ട് എടുക്കാണ്. ഫാനുണ്ട് പറഞ്ഞിട്ട് ഇറക്കിയിട്ട് ഓന് പ്രതിമനെ കാണിച്ചു തന്നിരിക്കുന്നത്.
എല്ലാവരും ഇറങ്ങി. നമ്മൾ ഹോട്ടൽ മഹാറാണി കയറിയാണ്. നമ്മൾ 4:22 നമ്മളിപ്പോൾ ഇപ്പോഴാണ് ഫുഡ് കഴിക്കാൻ ഇറങ്ങിക്കുന്നത്. മൂന്നാർ സിറ്റി തന്നെയാണ് നമ്മളുള്ളത്. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് സ്വർഗമേടാണ്. സൺ സെറ്റാണ് അത്. അങ്ങനെ ഞങ്ങൾ മൂന്നാർ ഗ്യാപ്പ് റോഡ് പോയിട്ട് റൂമിലേക്ക് പോവാണ്. ഇനിയിപ്പോൾ നമ്മൾ പോണ വഴിക്ക് ഒരു സൺസെറ്റും കാണും, നമുക്ക് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാം. അങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കാൻ നിർത്തിയാണ്. വെറുതെ ഒന്ന് ഒരു ഇത് കണ്ട് നിർത്തിയാണ്. അങ്ങനെ വിൽക്കാൻ പോകേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് പോകേണ്ടിയിരുന്നു. അത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ നല്ലൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ്. എന്താണെന്നൊന്നും അറിയില്ല, ചിലപ്പോൾ പോകും ചിലപ്പോൾ പോകില്ല. എന്തായാലും നമുക്ക് നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. ഓക്കെ ഗൈസ്, എന്നെ കണ്ണ് കൊണ്ട് നോക്കല്ലേ പെണ്ണെ. ഗൈസ് ഗൈസ് അങ്ങനെ നമ്മൾ മുള്ള് കയറി ഗൈസ്. മുള്ള് നല്ല ആഴത്തിൽ കയറിയിരിക്കണ്, നമുക്ക് കുഴപ്പമില്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ സ്റ്റേ ബുക്ക് ചെയ്തിരിക്കണ്. ഞങ്ങളിപ്പോൾ സ്റ്റേക്ക് പോവാണ് ഗൈസ്. നമ്മൾ ഇന്നത്തെ പരിപാടി രാത്രി മൊത്തം അവിടെ ചിലവഴിക്കുക. സ്റ്റേ ഗൈസ്. അപ്പം നമ്മൾ റൂമിലേക്ക് നടക്കാണ്. Guys, WWE Championship, John Cena. അങ്ങനെ നമ്മളിപ്പോൾ റൂമിൻ്റെ പുറത്തിറങ്ങിക്കാണ്. നമ്മൾക്ക് ഇനി കുറച്ച് ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ഗെയിംസ്. നമുക്ക് എന്തായാലും പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ നല്ല തണുപ്പാണ് പുറത്ത്. ഇപ്പോൾ നമുക്ക് നേരെ ഗെയിമിലേക്ക് കടന്നാലോ ഗൈസ്. അങ്ങനെ നമുക്ക് നേരെ ഗെയിമിലേക്ക് പോവാം. ഓക്കെ. അങ്ങനെ നമ്മൾ ടേബിൾ ടെന്നീസ് കളിക്കാനൊന്നും അറിയില്ല, ജസ്റ്റ് നമ്മൾ ട്രൈ ആക്കണം. എല്ലാ ഗെയിമും ഒന്ന് ഓടിച്ചു വിടാണ്. നമ്മളടുത്ത് നമ്മൾ നേരെ ക്യാരം ബോർഡ് കളിക്കാൻ വേണ്ടി വന്നിക്കാണ്. പക്ഷെ ക്യാരം ബോർഡിൽ പൗഡർ ഇല്ലാത്ത കാരണം നമ്മളത് കളിച്ചില്ല, ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ട്. പിന്നെ അതാണ് നമ്മളെ റൂമും അല്ല ഹോട്ടലിലെ ഫുഡ് കഴിക്കുന്ന സ്ഥലം, നല്ലൊരു പ്രീമിയം സെറ്റപ്പിലാണ്. പിന്നെ ഇതിൻ്റെ ഒരു കളി കണ്ടില്ലേ, വെറുതെ ഒരു പട്ടി ഷോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഈ ഗെയിമിൻ്റെ പേര് എനിക്കറിയില്ല, കാരണം കളിച്ച് നല്ലൊരു ഗെയിമാണ്. റൂഫാക്കാണ് വിൻ ചെയ്തിരിക്കുന്നത്. നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും മൂത്തൊരുക്കാണ്. 8-10 റൂഫാക്ക ജയിച്ച്. വെറുതെ അങ്ങോട്ട് കളിക്കുക. നല്ല കൈ നല്ല വേദന ഉണ്ട് ഗെയിംസ് ആയി കളിക്കുമ്പോൾ. നമ്മൾ ആദ്യമായിട്ടാണ് ഗെയിം കളിക്കുന്നത്, നമുക്ക് അറിയില്ല എന്താണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയ ഗെയിമാണ് ബാഡ്മിൻ്റൺ. കാരണം നല്ല കാറ്റുള്ള കാരണം നമുക്ക് നല്ലപോലെ കളിക്കാൻ പറ്റിയില്ല. അപ്പോൾ ജസ്റ്റ് കളിച്ചെല്ലാം നമുക്കൊന്ന് ടച്ച് ചെയ്ത് വിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഡാൻസ് ഉണ്ടായിരുന്നു. ഡാൻസും ഗെയിമും ഒക്കെ കഴിഞ്ഞിട്ട് ചെക്കന്മാരൊക്കെ ഇടുന്നുണ്ട്. അവർ നേരത്തെ എണീക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാൻ വേണ്ടി നിൽക്കണം ഗൈസ്, വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ ഇത് രാജസ്ഥാനിലെ ടീമാണ്. അവരെന്നെ വിളിച്ചിങ്ങനെ യൂന കളിക്കാണ്ട് വെച്ചിട്ട് അങ്ങനെ എനിക്ക് പോയിരിക്കണ ഒരു രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കളിക്കാനൊന്നും അങ്ങനെ അറിയില്ല, ഞാൻ അവരോട് ചോദിച്ചിട്ടാണ് കളിക്കുന്നത്. കുഴപ്പമില്ല, നല്ലൊരു കളിയായിരുന്നു, കണ്ടോക്ക്. ഈ കളർ ഇടാൻ പറ്റും? യെല്ലോ. അങ്ങനെ ഗെയ്സ് നമ്മൾ ഗെയിമും പിന്നെ അതുപോലെ തന്നെ എല്ലാം പരിപാടി കഴിഞ്ഞിട്ട് റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് നാളെ എന്തായാലും കാണാൻ ഉറങ്ങി എണീച്ചിട്ട്. ഇപ്പോൾ നമുക്ക് കുറച്ച് നല്ല ഫ്രണ്ട്സുകളൊക്കെ കിട്ടി. എന്തായാലും നാളെ കാണാം. അപ്പോൾ ഗെയ്സ് ഇതാണ് ഇപ്പോൾ നമുക്ക് ഇന്നത്തെ നൈറ്റ്. ഓക്കെ, അപ്പോൾ ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ് ഗെയ്സ്. അങ്ങനെ ഡേ 2 മൂന്നാർ വന്നിട്ട് ഫാറ്റ് എടുക്കാൻ
ഗൈസ് നമ്മൾ കുളിക്കാൻ വേണ്ടി പോണ് ഗൈസ്. ഷവറിനല്ലേ വിളിച്ച് ഗൈസ് നമ്മൾ കുളി കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സ് മാറ്റാൻ വേണ്ടി പോണ്. ഓ നമ്മൾ മാറ്റി കഴിഞ്ഞിക്കാണ് ഗൈസ്. ഇപ്പം ഇന്നത്തെ ഔട്ട്ഫിറ്റാണിത്. ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ പോണത് സ്വർഗമേടാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ സ്വർഗമേട് എത്തിയിട്ട് ഇനി കാണാം ഗൈസ്. പിന്നെ എന്തൊക്കെയുള്ളത്? മുട്ടദോശ, ഗീ ദോശ, പൊടി ദോശ, ഊത്തപ്പം. ഊത്തപ്പം മറ്റേ കട്ട പോലെ ഉണ്ടാവും, വെള്ളപ്പം പോലെ. പുളിദോശ മറ്റേ സാധാ പൊടി എനിക്ക് മുട്ടദോശ നിങ്ങൾ എന്താ കാട്ടും? എന്താ കാട്ടും ഗൈസ്. അങ്ങനെ മുട്ടദോശ വന്നിക്കണ്. നമ്മളെ റോഫൊക്കെ നല്ല ചൂടുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട്? പ്രമാദമായിരിക്കും. അങ്ങനെ ഞങ്ങൾ മുട്ടദോശ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നമ്മളിപ്പോൾ സൂര്യനെല്ലി പോകുന്ന റൂട്ടിലാണ് ഈ ഒരു കട ഉള്ളത്. നല്ലൊരു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്യാരറ്റ് വാങ്ങിച്ച്, കുഴപ്പമില്ല, നല്ല ക്യാരറ്റാണ്, ജസ്റ്റ് പൂതിയായിട്ട് വാങ്ങിച്ചതാണ്. നമ്മൾ ഒരു വെള്ളച്ചാട്ടത്തിൽ പറഞ്ഞിട്ടാണ്. ഇവിടെ വെള്ളപ്പില്ല, മഴ സീസണിലാവുമ്പോൾ മഴ വെള്ളം ഉണ്ടാവുക. നല്ല കാറ്റുണ്ട് കൈ. അങ്ങനെ നമ്മൾ രാജാക്കാട് കുത്തുങ്ങൽ വെള്ളച്ചാട്ടത്തിൻ്റെ ടോപ്പിലാണ് നിൽക്കുന്നത്. അപ്പോഴത്തെ ഡാം അടച്ച കാരണം വെള്ളം തീരെ ഇല്ല. കാരണം അടിയത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാം. കാരണം അടിയിലാണ് നമുക്ക് കറക്റ്റ് സ്പോട്ട് ചെയ്യാൻ പറ്റിയ വെള്ളച്ചാട്ടം. നമ്മളിപ്പോൾ ടോപ്പിൽ നിൽക്കുന്നത് നമുക്ക് കാണാം. ഗൈസ് വെള്ളത്തിൽ എടുക്കണം ഗൈസ്, ഊര കുത്തിയിട്ട്. നല്ല വേദനയുണ്ട്. വെള്ളത്തിൽ കാലിട്ടിരിക്കുമ്പോഴുള്ള സുഖം ഉണ്ടല്ലോ, ഓ. കാരണം ആ തണുപ്പത്ത് എൻ്റെ സാറേ ആ ഒരു ഫീലാണ് കിട്ടാൻ പോണത്. കാരണം വെറുതെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഫോട്ടോ എടുക്കുന്ന ഒരു രംഗാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്താണ് അത് ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നോക്കുക ഗൈസ് ഞങ്ങളൊരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്ര കഷ്ടപ്പാട്. പക്ഷെ അതൊരു നല്ലൊരു മെമ്മറി ആയി ഞങ്ങൾക്ക്. കാരണം നല്ലൊരു ദിവസമായിരുന്നു. അത് നല്ലൊരു നേരമായിരുന്നു ദിവസം എന്ന് പറഞ്ഞത് ഒരു ഗൈസ്. ഇതാണ് നമ്മളെ കുത്തുങ്ങൽ വെള്ളച്ചാട്ടത്തിൻ്റെ ടോപ്പ്. ഞാൻ അടി കറക്റ്റ് കാണിച്ചു തരാം. ഇതാണ് നമുക്ക് അടിഭാഗം കാണുന്നത്. നമുക്ക് അത്ര ആദ്യം നല്ല വെള്ളം ഉണ്ടാകാൻ നല്ല, നമുക്ക് അവിടെ നിൽക്കാനേ പറ്റില്ല. നല്ലൊരു വെള്ളച്ചാട്ടമാണ്. കാരണം നമുക്കത് ഡാം അവിടെ ക്ലോസ് ആയ കാരണം മാത്രമേ നമുക്ക് വെള്ളച്ചാട്ടം നമ്മൾ കാണാൻ പറ്റത്തത്. അത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ ഏലത്തോട്ടത്തിൽ പോവാം ഗൈസ്. നമ്മൾ ഏലത്തോട്ടത്തിലാണുള്ളത്. ഇതാണ് ഏലം ഉണ്ടാവുന്നത്. ഏലം നനക്കണ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല, കാരണം നമ്മൾ ഇനി അടുത്ത സൈറ്റിലേക്കാണ് പോകുന്നത്. ലാസ്റ്റ് സൈറ്റ്. ഓക്കെ ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ കരിമ്പ് ജ്യൂസ് കുടിക്കാൻ നിർത്തിയാണ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല കരിമ്പ് ജ്യൂസാണ്. കാരണം നമ്മൾ കുടിച്ചിട്ട് നല്ല അഭിപ്രായമാണ്. കാരണം തണുപ്പും കാര്യങ്ങളും മധുരമൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സൈറ്റിലേക്ക് പോവാണ് ഗൈസ്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് വ്യൂ പോയിൻറ്റിലേക്ക് വന്നിട്ടാണ്. നമ്മളെ കാർ ഇപ്പോൾ കയറുന്നില്ല. അങ്ങനെ നമ്മൾ ബാക്കിൽ പോയിട്ട് പാർക്ക് ചെയ്തിട്ട് നടന്നു തന്നെ പോകണം മേലേക്ക്. അപ്പോൾ എല്ലാവരും കൂടെ നടന്നു വേണ്ടി പോകാം. അപ്പോൾ നമുക്ക് മേലെ പോയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, ഞങ്ങൾ സ്വർഗമേട് വ്യൂ പോയിൻറ്റിലേക്ക് എത്തി. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഗൈസ്. ഇവർക്ക് അങ്ങനെ ആരും വരാറില്ല. ഇതിപ്പോൾ നമ്മൾ മൂന്നാർ സ്വർഗമേട് അറിയപ്പെടും. കാരണം മൂന്നാറിൽ നിന്നൊരു 10-30 കിലോമീറ്റർ ഉണ്ട്. നല്ലൊരു വ്യൂ പോയിൻ്റാണ്. കാരണം നമുക്ക് ഇനിയിപ്പോൾ ടൈം ആവണുള്ളൂ സൺസെറ്റ് കാണാൻ. അപ്പോൾ അതുവരെ നമ്മളവിടെ ഇങ്ങനെ ചിലവായിക്കോട്ടെ. ടെൻ്റൊക്കെ അടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ബാക്കി വിഷ്വൽസ് എന്തായാലും കാണാം ഗൈസ്. നമ്മൾ സൺസെറ്റ് കാണാൻ വന്നിട്ടാണ്.
ഗൈസ് നമുക്ക് സൂര്യൻ പോയിട്ട് ചന്ദ്രൻ ഉദിച്ചിരിക്കണ്. നമ്മൾ ചന്ദ്രൻ്റെ സൂം ദൃശ്യങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മുടെ സൺസെറ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൺസെറ്റ് കണ്ടോളൂ. അപ്പോൾ ഗൈസ് ഞങ്ങൾ നാട്ടിലേക്ക് തിരിക്കാൻ വേണ്ടി പോവാണ്. സമയം ഏറെ ആയിക്കണ്. നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പുണ്ട്. അപ്പോൾ എനിക്ക് സ്ലീവ്ലെസ് ഇട്ട കാരണം നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഞങ്ങൾ ടെൻറ്റ് മടക്കിയിട്ട് നേരെ നാട്ടിലേക്ക് പോവാണ്. ഒരു 6-7 മണിക്കൂർ യാത്ര ഉണ്ട് ഇവിടുന്ന്, സ്വർഗ്ഗമേടുന്ന് ടു പൊന്നാനി. അപ്പോൾ ഞാൻ ഇവിടെ വെച്ചിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് ഗൈസ്. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്. ഓക്കെ, അപ്പോൾ ഗൈസ് വീഡിയോ നിർത്തുന്നു. ഇനി നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. ഓക്കെ, ബൈ.